അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ ഗെയിം നിർത്തിപ്പോകാൻ തോന്നിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കാര്യമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയണത്. അപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ വന്നിട്ട് ഇപ്പോൾ ഒരു 7 വർഷത്തോളമായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചില അപ്ഡേറ്റുകളൊക്കെ വരുമ്പോൾ നമുക്കത് എന്തിനാണ് വന്നത്, ഒരു ഗുണമില്ലാത്ത പോലെ ആയി പോയല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ അപ്ഡേറ്റുകൾ നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇഷ്ടം പോലെ ആഡുകളായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നമ്മൾ കളി തുടങ്ങുമ്പോഴും അതേപോലെ ഇപ്പോൾ നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ അത്ര പൈസയൊന്നും ഉണ്ടാവില്ല. അതായത് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ പൈസയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെന്തായാലും ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ആഡ് മാത്രമേ എടുക്കുക. പക്ഷേ ഈ ഒരു ആഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആഡ് തന്നെ, അതായത് ഒരു ഇത് തന്നെ എടുക്കുമ്പോൾ നമുക്ക് 2 ആഡൊക്കെ കാണാം. അത് 30 സെക്കൻഡുള്ള 1 മിനിറ്റ് പോയി കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ കരിയർ മോഡ് കളിക്കുമ്പോൾ ഇതിപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ആഡൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓരോ ലോഡ് മാപ്പിലും ഓരോ ആഡ് വെച്ചിട്ട് വരും. അത് നമുക്ക് സ്കിപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പോൾ നമ്മുടെ കളിയുടെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു ആഡ് വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നമ്മൾ കളിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ഈ ഒരു ആഡ് വരും. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബസ് സിമുലേറ്ററിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ മോഡ് ആഡ് ചെയ്യണത്. ഇപ്പോൾ മോഡ് മാത്രമല്ല, മോഡ് ലിവറി അതേപോലെ തന്നെ ഹോണുകൾ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പാടായിരിക്കും. നമ്മളെ മോഡൊക്കെ ആഡ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, നമ്മൾ യൂട്യൂബിൽ ഒരുപാട് നോക്കി നമ്മൾ വേറൊരു ആപ്ലിക്കേഷൻ കയറ്റി ഏതെങ്കിലും ഒരു ഫയൽ മാനേജറൊന്നും പോരാ ഇതിന്. നമുക്ക് വേറെ റാർ അങ്ങനത്തെ ആപ്പുകളൊക്കെ വേണം. അപ്പോൾ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് ആദ്യമായിട്ട് ഈ ഒരു ഗെയിം കളിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ചിലവരൊക്കെ അപ്പം തന്നെ ഇതൊക്കെ നിർത്തിപ്പോവും. അതുപോലെ തന്നെ ഈ ഒരു മോഡ് ആഡ് ചെയ്യാൻ നമ്മൾ ഒരു വീഡിയോ കണ്ട് അതിൽ നിന്ന് പാസ്വേഡൊക്കെ എടുത്ത് പിന്നെ അതിൽ നിന്ന് ഗൂഗിളിൽ കയറി ലിങ്ക് എടുത്ത് അതൊക്കെ വലിയൊരു പാടാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ റെഡിയാക്കുകയാണെങ്കിലും വലിയ കുഴപ്പമില്ല. അതുവരെ ഇതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണ്, ഈ ഒരു മോഡ് ആഡ് ചെയ്യൽ മറ്റ് സംഭവങ്ങളൊക്കെ. ഇതിപ്പോൾ നമുക്കറിയാവുന്നതുകൊണ്ട് ഇത് നമുക്ക് എളുപ്പമായിരിക്കും. പക്ഷേ അത് ആദ്യമായിട്ടൊക്കെ ഈ ഒരു ഗെയിം കളിക്കുമ്പോൾ അത് വലിയൊരു പാടായിരിക്കും. ഇപ്പോൾ ഞാനൊക്കെ ആദ്യമായിട്ട് ഇത് കളിച്ച് തുടങ്ങുമ്പോൾ ഏറ്റവും ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു, അനുഭവപ്പെട്ടൊരു ബുദ്ധിമുട്ടായിരുന്നു ഇത്. അതായത് ഈ മോഡ് ആഡ് ചെയ്യുക, അതുപോലെ യൂട്യൂബിൽ കയറി ലിങ്ക് എടുക്കുക, പാസ്വേഡ് കണ്ടുപിടിക്കുക, ഇതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു നമുക്ക്. ചിലവർ ഇതൊക്കെ ആദ്യമേ നോക്കി നിർത്തിയിട്ട് പോകും. പിന്നെ നമുക്ക് ഈ ഒരു ഗെയിം കളിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ നമ്മളിതിൽ പിന്നെ നോക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അത് എത്ര പേർക്ക് ബുദ്ധിമുട്ടായി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതെല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. കാരണം അത് ഈ മോഡിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കളിക്കുന്നത്. നമ്മൾ അതിലെ ജെറ്റ് ബസ്സല്ലല്ലോ കൂടുതൽ കളിക്കുക. നമ്മൾ കേരളത്തിലെ വണ്ടികൾ വെച്ചിട്ട് കളിക്കാനാവുമല്ലോ ഈ ഗെയിം തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അതെല്ലാവർക്കും ബുദ്ധിമുട്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മൂന്നാമത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബസ് സിമുലേറ്ററിൽ അപ്ഡേറ്റുകളുടെ ഒപ്പം കിട്ടുന്ന ഒരു കാര്യമാണ്. അതായത് നല്ല അപ്ഡേറ്റ് ആയാലും മോശം അപ്ഡേറ്റ് ആയാലും അതിൻ്റെ കൂടെ കിട്ടുന്നൊരു സംഭവമാണ് ഈ നമ്മുടെ ബഗ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഈ ഒരു സാധനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ അപ്ഡേറ്റ് വന്ന ആ ഒരു ഭാഗത്തും അതേപോലെ ഇപ്പോൾ നമ്മൾ ഒരു പുതിയ മാപ്പാണ് വന്നത്, അവിടെ ഫുൾ ആദ്യമേ മൊത്തം ബഗ്ഗായിരിക്കും. പിന്നെ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേറൊരു അപ്ഡേറ്റ് വരേണ്ടി വരും, ബഗ് മാറ്റാനായിട്ട്, ബഗ് ഫിക്സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതും വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ ലോ എൻഡ് ഡിവൈസ് ആണല്ലോ, അപ്പോൾ അതിൽ വീഡിയോ എടുക്കാനായിട്ട് ചില സ്ഥലങ്ങൾ മാത്രം, അത് ഈ ചില സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഈ ബഗ്ഗില്ലാത്ത സ്ഥലങ്ങളാണ്. ബഗ്ഗുള്ള സ്ഥലത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പണ്ടത്തെ സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പോൾ ആ ഒരു സ്ഥലങ്ങൾ മാത്രമേ എനിക്കിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ പുതിയ വന്നിട്ടുള്ള ഈ ഒരു മാപ്പിലൊക്കെ വീഡിയോ എടുക്കുകയെന്ന് വെച്ചാൽ വലിയ പാടാണ്. കാരണം ഉണ്ടല്ലോ, നമ്മൾ ഇപ്പോൾ ഫോണിൻ്റെ കംപ്ലൈൻ്റ് ആണെങ്കിൽ എല്ലാ മാപ്പിലും ഹാങ് ആയിരിക്കും. അതുപോലെ എല്ലാ സ്ഥലത്തും നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിലും നമുക്ക് ഒരേപോലെ ആയിരിക്കും ഫീൽ ചെയ്യുക. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ചില സ്ഥലത്ത് മാത്രം കൂടുതൽ കുറവ് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ബഗ്ഗിൻ്റെയും കൂടി പ്രശ്നമാണ്, നമ്മുടെ ഫോണിൻ്റെ മാത്രം പ്രശ്നമല്ല അത്. അപ്പോൾ ഇങ്ങനെ കുറേ ബഗ്ഗുകൾ നമ്മുടെ ഈ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ, അത് എന്താ അപ്ഡേറ്റും ആയിക്കോട്ടെ, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ മൾട്ടിപ്ലെയർ മോഡൊക്കെ കളിക്കുമ്പോൾ കണ്ടില്ലേ, അതിൽ അതായത് നമ്മുടെ ഡ്രൈവർ പുറത്തേക്കാവും നിൽക്കുക. അതായത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഡ്രൈവർ പുറത്തേക്കാവുക. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ മൾട്ടിപ്ലെയറിലാണ് നമുക്കത് കൂടുതൽ അറിയാൻ പറ്റിയ ബഗ്ഗുകൾ. അതുപോലെ നമ്മളൊരു ബസ്സിനെ ഓവർടേക്ക് ചെയ്യണം. അപ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് കാണുന്ന ഒരു ബസ് കണ്ടിട്ടില്ല, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ബഗ് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് എല്ലാ ഫോണുകളിലും ഫീൽ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വലിയ ഡിവൈസിനൊക്കെ ആണെങ്കിൽ ഇത് അത്ര വലിയ ബാധിക്കില്ല, പക്ഷേ ചെറിയ ഡിവൈസിനൊക്കെ ഇത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാലാമത്തെ നമ്മുടെ ട്രാഫിക്കിനെ പറ്റിയാണ്. ഇപ്പോൾ ട്രാഫിക്കിൽ പുതിയ വണ്ടി വന്നു, അതുപോലെ കുറേ സ്പീഡ് അഡ്ജസ്റ്റിംഗ് ഒക്കെ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ
അപ്പോൾ നമ്മുടെ ഒരു ട്രാഫിക്കിൻ്റെ ഒരു മിസ്റ്റേക്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ ഒരു വണ്ടീനെ നമ്മൾ ഓവർടേക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഓവർടേക്ക് നമ്മൾ തൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഫ്രണ്ടിലുള്ള ഒരു വണ്ടി ഒന്നില്ലെങ്കിൽ സഡൻ ബ്രേക്ക് ഇടും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിടിക്കും. അപ്പോൾ നമുക്ക് ബ്രേക്ക് കിട്ടാതെ നമ്മൾ അവൻ്റെ ബാക്കിൽ പോയിടിച്ചിട്ട് ആ ഒരു വണ്ടിയുടെ ബാക്കിൽ പോയിടിച്ചിട്ട് നമ്മുടെ വണ്ടി ആക്സിഡൻ്റ് ആവും. അപ്പോൾ ഇത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എല്ലാവരും ഫേസ് ചെയ്യണ ഒരു കുഴപ്പമാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അനുഭവം തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യമാണ്, നമ്മൾ കയറ്റത്ത് വെച്ചൊരു ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ആ ഒരു വണ്ടി പെട്ടെന്ന് സ്പീഡ് കൂട്ടി നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റാതെ നമ്മുടെ വണ്ടി ആ കയറ്റത്ത് നിർത്തേണ്ടി വരും. അങ്ങനെയും ഒരു സംഭവമുണ്ട്. പിന്നെ കാണുന്ന ഒരു സംഭവമാണ്, നമ്മുടെ ഹൈവേയിൽ നമ്മൾ നല്ല സ്പീഡ് പോവും. അപ്പോൾ തൊട്ടപ്പുറത്ത് ലൈനിൽ കിടക്കണ ഒരു വണ്ടി പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചു കളയും. അതും നമ്മുടെ വണ്ടിയിൽ പോയിട്ട് ഇടിക്കാനുള്ളൊരു ഇതാണത്. ഇങ്ങനെ ഒരുപാട് തവണ നമുക്ക് ഇടിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാവും. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഇവൻ പോയിട്ട് പെട്ടെന്ന് ഈ ഒരു വണ്ടി ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടും, അല്ലെങ്കിൽ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടും. എന്നിട്ട് ലൈൻ മാറിയിട്ട് പെട്ടെന്ന് നമ്മുടെ വണ്ടിയിൽ പോയി ഇടിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വലിയൊരു ട്രാഫിക്കിൽ ഓവർടേക്ക് ചെയ്യുകയാണ്. അപ്പോൾ ബാക്കിലുള്ള വണ്ടി സ്ലോ ചെയ്യൂല, ഫ്രണ്ടിലുള്ളതൊന്ന് സൈഡ് നീങ്ങി തരിക, അങ്ങനെയൊന്നുമില്ല. ഫ്രണ്ടിൽ പോയാൽ നിൽക്കും നമ്മൾ പാസ് ലൈറ്റ് അടിക്കുകയാണെങ്കിലും. അപ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടാണ് ഈ ഒരു പറഞ്ഞ സംഭവം. ഇതൊക്കെ ഇത്രയും നാളും അപ്ഡേറ്റ് വന്നിട്ടും ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടതായിരുന്നു. പിന്നെ നമ്മുടെ ട്രാഫിക് സിസ്റ്റത്തിലുള്ള ഒരു കുഴപ്പമാണ്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീട് നിങ്ങൾക്കറിയാം, ബസ്സൊക്കെ പാർക്ക് ചെയ്യാൻ വല്ലാത്ത പാടായിരിക്കും. അപ്പോൾ നമ്മൾ പതുക്കെ തിരിച്ച് വരുമ്പോൾ തൊട്ടപ്പുറത്ത് റോഡാണല്ലോ, റോട്ടിൽ നിന്നാണ് നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു റോഡിൽ ഇഷ്ടം പോലെ വണ്ടികളുണ്ടാവും. ഇവരാദ്യമൊക്കെ ഒന്ന് നിർത്തി തരും. പിന്നെ നമ്മൾ തിരിച്ചങ്ങോട്ട് കയറുമ്പോഴേക്കും സ്പീഡിൽ വന്നിട്ട് കാണാം ഈ ഒരു വണ്ടി നമ്മുടെ വണ്ടിയിൽ ഇടിക്കും. അങ്ങനെ നമ്മുടെ വണ്ടിക്ക് ഡാമേജ് വരും. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ബഗ്ഗിൻ്റെ ഒരു ഇതാണത്. അതായത് നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ട്രാഫിക് സിസ്റ്റത്തിന് കൺഫ്യൂഷൻ പറഞ്ഞാൽ എന്താണെന്ന് തോന്നുന്നു. കാരണം നമ്മളെ വണ്ടി ഇടിച്ചാലും ഈ വണ്ടിയുടെ ടയർ കടന്ന് കറങ്ങും. നമ്മുടെ വണ്ടിക്ക് ഡാമേജ് മാത്രമേ വരും, നമ്മുടെ വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നും വരില്ല. പക്ഷേ ഈ ഒരു വണ്ടി ഇടിച്ച് കഴിഞ്ഞാലും ടയർ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കും, നമ്മുടെ വണ്ടി ഇങ്ങനെ കടന്ന് തള്ളും. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നമ്മുടെ ലാസ്റ്റത്തെ കാര്യം പറയണതിന് മുന്നേ നിങ്ങളൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യാതാരും വീഡിയോ കാണരുത്. ഓക്കെ, അപ്പോൾ വീഡിയോ അതായത് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നമുക്കിനി ലാസ്റ്റത്തെ കാര്യം പറയാം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുക. അതേപോലെ തന്നെ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സ് അങ്ങ് നിറച്ചോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ അപ്ഡേറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. പിന്നെ നമ്മുടെ ഒരു അപ്ഡേറ്റാണ്, അതായത് ഇത് അപ്ഡേറ്റ് വന്നിട്ട് പിന്നെ ഈ ഒരു സംഭവം എടുത്തു കളഞ്ഞാണ് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പണ്ട് നമ്മുടെ പ്രൈവറ്റ് ബസ്സിൽ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് നമ്മുടെ കരിയർ മോഡ്. ആ ഒരു കരിയർ മോഡ്, അതായത് നമ്മൾ ഇവിടുന്ന് അടുത്ത സ്റ്റോപ്പിലേക്ക് ആളെ എടുക്കുക, എന്നിട്ട് അവിടെ പോയി ഇറക്കുക, എന്നിട്ട് അവിടെ നിന്ന് വേറൊരാളെ എടുക്കുക, എന്നിട്ട് അപ്പുറത്തെ സ്റ്റേഷനിലേക്ക് പോകുക. അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയായിരുന്നു. പക്ഷേ അത് നമ്മുടെ അപ്ഡേറ്റ് വന്നതിന് ശേഷം അതെടുത്ത് കളഞ്ഞ് ഇപ്പോൾ നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന് ആളെ എടുക്കുക, എന്നിട്ട് അടുത്ത സ്റ്റാൻഡിലേക്ക് കൊണ്ടുവിടുകയാണ്. പക്ഷേ നമ്മുടെ ഫ്രീ മോഡ് അതുപോലെ ടൂർ മോഡൊക്കെ ഉള്ള ഇതനുസരിച്ച് ഈ ഒരു കരിയർ മോഡ് മാറ്റേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. കാരണം ടൂർ മോഡ് ഏകദേശം നമ്മുടെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നു, അടുത്ത സ്ഥലത്ത് നിന്ന് പിന്നെയും റിട്ടേൺ കൊണ്ടുവരുന്നു, അങ്ങനെയാണ് ടൂർ മോഡ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കരിയർ മോഡ് ആ ഒരു ആളെ എടുത്തിട്ട് കൊണ്ടുവരികയാണെങ്കിൽ വലിയൊരു അടിപൊളിയായിരുന്നു. പഴയ സിസ്റ്റം തന്നെ, അതായത് പഴയ പോലെ തന്നെ കൊണ്ടുവരണം. കുറച്ച് സ്റ്റേഷനുകൾ, അതായത് നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെയൊക്കെ ആ ഒരു നീളം കൂട്ടിയിട്ട്, അതായത് കുറച്ച് ഡിസ്റ്റൻസൊക്കെ വെച്ചിട്ട് ഒന്ന് അടിപൊളിയാക്കായിരുന്നു. എന്നിട്ട് നമ്മുടെ അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുവരുമായിരുന്നു നമ്മുടെ കരിയർ മോഡ് പഴയ പോലെ തന്നെ. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയ്ക്ക് എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന കാര്യമാണ് ഈ കരിയർ മോഡിൻ്റെ ഒരു സംഭവം. അപ്പോൾ കരിയർ മോഡ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മോഡ് തന്നെയായിരുന്നു. അതാണ് ഇപ്പോൾ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. കുറേ കമൻറ്റ് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ കരിയർ മോഡ് എല്ലാവർക്കും വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു കരിയർ മോഡ് തിരിച്ചു വന്നാൽ അടിപൊളിയായിരിക്കും. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ കളിച്ചിരുന്നത് ഈ പറഞ്ഞ കരിയർ മോഡാണ്. കരിയർ മോഡ് കളിക്കാൻ അത്യാവശ്യം നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഡോറൊക്കെ തുറന്നു കൊടുത്ത്, ഇപ്പോൾ ഡോറൊക്കെ വെറുതെ ഷോയ്ക്ക് വെച്ചിരിക്കുകയാണ്, ആവശ്യമില്ല. അപ്പോൾ ഈ ഡോറൊക്കെ വെച്ചിട്ടൊരു കാര്യം ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഈ ഒരു കരിയർ മോഡൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ അത് തിരിച്ചു വരണം എന്നുള്ളത് വലിയൊരു ആഗ്രഹം കൂടിയാണിത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ അടുത്തത് ഏതൊക്കെ കണ്ടൻറ്റ് വേണം അങ്ങനെയൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.